ഹായ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലായിടും ക്ലീനിങ് സംബന്ധമായ ഒരു ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ ബാത്റൂമിലായാലും നമ്മൾ ഹാർപ്പിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്ലീൻ ആവുന്നുണ്ട്, കുറച്ച് ക്ലീൻ ആവാത്തതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ട്രിക്കായിട്ടുള്ളൊരു ക്ലീനിങ് ഉണ്ട്. നമുക്ക് ക്ലോസറ്റ് ആയാലും തറയായാലും ബാത്റൂമിൻ്റെ തറയായാലും ക്ലോസറ്റ് ആയാലും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ടെക്നിക്കുണ്ട്. അത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഞാൻ ഇതുപോലെ ഉപയോഗിച്ചു, അതുകൊണ്ട് എനിക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അത് എന്താണെന്നുള്ളത് അറിയാം. വെരി സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ സാൾട്ട് ഉണ്ടല്ലോ, സാൾട്ട് കല്ലുപ്പായാലും പൊടിയുപ്പായാലും. ഓക്കെ, സാൾട്ട് എടുക്കുക. സാൾട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഒരു മാസ്ക് അല്ലേ, മാസ്കിൻ്റെ ഒരെണ്ണം എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ആ പുറത്തുള്ളത് എടുത്തുക്കണം. അകത്തുള്ള വല മാത്രം, വലയും അത് കൊള്ളിക്കാനുമുള്ള ഒരു സാധനം മാത്രം ഇട്ടിട്ട് ബാക്കി എടുത്ത് കളയണം. എന്നിട്ട് ഈ വലയ്ക്കകത്തോട്ട് ഈ സാൾട്ട്, ഈ കല്ലുപ്പ് നമ്മൾ എടുത്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അത് കെട്ടുക. ഓക്കെ, അതിൻ്റെ അകത്ത് സൈഡിൽ തന്നെ കെട്ടിയിട്ട് നമ്മുടെ ക്ലോസറ്റിൻ്റെ മണ്ടഭാഗം വെള്ളം വീഴുന്ന ഭാഗമുണ്ട്, അത് പൊക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇടുക. അതിൻ്റെ അകത്ത് ആ ഒരു ഇതുണ്ടല്ലോ, വെള്ളം താന്ന് പ്രസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, അതിൽ ചുറ്റിയിട്ട് അതങ്ങ് ആ വെള്ളത്തിൽ ഇടുക. ഓക്കെ, അപ്പോൾ ഷെൽഫ് അത് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ലുപ്പ് എടുക്കുക, അല്ലെങ്കിൽ പൊടിയുപ്പ് എടുക്കുക. പൊടിയുപ്പ് എടുത്ത് നമ്മുടെ ക്ലോസറ്റിൻ്റെ അകത്ത് സൈഡിൽ ഇങ്ങനെ ഇടുക. എന്നിട്ട് നല്ലോണം ബ്രഷ് ഇട്ട് നല്ലോണം കഴുകുക. ഓക്കെ, ബ്രഷ് ഉണ്ടല്ലോ, ക്ലോസറ്റിൽ ഇട്ട് ബ്രഷ് ഉണ്ടല്ലോ, നമ്മൾ നല്ലോണം അത് ബ്രഷ് ഇട്ട് നല്ലോണം കഴുകിയതിന് ശേഷം ഫ്ലഷ് വർക്ക് ചെയ്യാം. ഫ്ലഷ് വർക്ക് ചെയ്യുമ്പോൾ നല്ലോണം വെളുത്ത് നല്ല കുട്ടപ്പന നമ്മുടെ തറ എങ്ങനെ ക്ലീൻ ആവുന്നോ അതുപോലെ ക്ലോസറ്റ് ക്ലീൻ ആവും. നമ്മൾ ഈ ലിക്വിഡും കാര്യങ്ങളും ഒഴിക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് നല്ല ക്ലീനിങ് ആവും. അത് പിന്നെ നമ്മൾ ഫ്ലഷ് വർക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന സാൾട്ട് ഇത് വെള്ളമായിട്ട് ലയിക്കുന്നതാണ്. അതിൻ്റെ ലയിപ്പും ഈ താഴെ നമ്മൾ ഇട്ടേക്കുന്ന ലയിപ്പൂടെ നല്ലോണം ക്ലിയർ ആയിട്ട് നല്ല 100% അത് വൃത്തിയായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. ഒരു കറയോ കാര്യങ്ങളോ ഒന്നും ആ ക്ലോസറ്റിൽ കാണില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം ഇനി അടുത്ത ട്രിക്കിലേക്കും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.